ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 9744335592. വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ 5 കുമ്പളങ്ങാട് പ്രദേശത്തെ ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള ബയോമൈനിങ്ങിന് മുന്നോടിയായി KSWMPയുടെ നേതൃത്വത്തിൽ നഗരസഭ കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു. കുമ്പളങ്ങാട് പ്രദേശത്തെ ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് KSWMPയുടെ നേതൃത്വത്തിൽ നടത്തിയ സാധ്യതാ പഠന റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുകയും സർക്കാർ ആഴത്തിൽ പരിശോധിച്ച് റിപ്പോർട്ട് വേൾഡ് ബാങ്കിന് സമർപ്പിച്ചിരിക്കുകയുമാണ്. പദ്ധതിക്ക് വേൾഡ് ബാങ്കിന്റെ അംഗീകാരം ഉടൻ ലഭിക്കുമെന്നാണ് ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്ത മാർച്ചിന് മുമ്പായി ഡംപ് സൈറ്റ് നിർമ്മാർജ്ജനം ചെയ്യണമെന്ന കോടതി വിധിയും നിലനിൽക്കുന്നുണ്ട്. ഇതേ തുടർന്നാണ് യുദ്ധകാല അടിസ്ഥാനത്തിൽ പദ്ധതി ടെൻഡർ ചെയ്യുവാനുള്ള നടപടികൾ കൈക്കൊള്ളുന്നത്. ഇതിന് മുന്നോടിയായി സാധ്യതാ പഠനം നടത്തിയപ്പോൾ എന്തൊക്കെയാണ് കണ്ടെത്തിയത്, എങ്ങനെയാണ് ഇവ നിർമ്മാർജ്ജനം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് പ്രതിനിധികൾ യോഗത്തിൽ വിശദീകരിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിലെ 5-ാം ഡിവിഷൻ കുമ്പളങ്ങാട് വാർഡിൽ 2.86 ഏക്കറിൽ 1.35 ഏക്കർ സ്ഥലമാണ് ഡംപ് സൈറ്റായി നിശ്ചയിച്ചിരിക്കുന്നത്. 2007 മുതൽ തുടങ്ങിയ മാലിന്യ നിക്ഷേപത്തിൽ പ്രദേശത്ത് 2 മുതൽ 3 മീറ്റർ വരെ ആഴത്തിൽ മാലിന്യ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. 25,238 മീറ്റർ ക്യൂബ് വ്യാപ്തത്തിൽ ഇത്തരത്തിൽ മാലിന്യ നിക്ഷേപം ഉണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഈ ഖരമാലിന്യ കൂമ്പാരം ശാസ്ത്രീയമായി നിർമ്മാർജ്ജനം ചെയ്ത് സോളിഡ് വേസ്റ്റ് ആക്ട് 2016 ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശം പാലിച്ച് പ്രദേശത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, നഗരസഭാ സെക്രട്ടറി KK മനോജ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ MR അനൂപ് കിഷോർ, ജമീല BAM, ഡിവിഷൻ കൗൺസിലർ കവിത കൃഷ്ണനുണ്ണി, ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ, കണ്ടിജന്റ് സാനിറ്റേഷൻ വർക്കേഴ്സ്, ഹരിതകർമ്മ സേനാംഗങ്ങൾ, പ്ലാന്റിന് സമീപമുള്ള താമസക്കാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. KSWMP പ്രതിനിധികളായ അരുൺ വിൻസെന്റ്, സുബിത മേനോൻ, സുനിൽ, ശ്രീകുമാർ, അനുശ്രീ, അജിത്, കൃഷ്ണരാജ്, ജെറിൻ എന്നിവർ സംസാരിച്ചു. കേരള ഖരമാലിന്യ സംസ്കരണ പദ്ധതി, അപ്പോൾ അതിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് TSCയുടെ സഹായം തേടുകയുണ്ടായി. അപ്പോൾ നമ്മുടെ TSC പാക്കേജ് C ആണ്. നമുക്ക് 3 ജില്ലയുടെ ചുമതലയാണുള്ളത്. തൃശ്ശൂരുണ്ട്, മലപ്പുറമുണ്ട്, പാലക്കാടുണ്ട്. അപ്പോൾ ഈ 3 ജില്ല എടുത്ത് നോക്കുമ്പോൾ ഏകദേശം 6 ഡാം സൈറ്റോളം ഉണ്ട്. അതിനകത്ത് തൃശ്ശൂർ ജില്ലയിൽ മാത്രം 3 ഡാം സൈറ്റ് നമ്മൾ റെമഡിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് നമ്മുടെ വടക്കാഞ്ചേരിയിലെ കുമ്പളങ്ങാടുള്ള ഈ ഒരു ഡാം സൈറ്റ്. അജൈവ മാലിന്യങ്ങൾ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഒന്നെങ്കിലും കുഴിച്ചിടുകയോ അല്ലെങ്കിൽ വലിച്ചെറിയുകയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാലത്ത് അത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് അതിനെപ്പറ്റി നമ്മൾ നല്ല ബോധവാന്മാരാണ്. VCB ന്യൂസ്, വടക്കാഞ്ചേരി.